നമസ്കാരം എല്ലാവർക്കും. നല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ ആസാമിലേക്ക് ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുലർച്ചെ വന്ന് വണ്ടി എടുത്ത് ഇവിടെ ഞങ്ങളിപ്പോൾ അങ്കമാലിയായി നമ്മൾ. അപ്പോൾ നമ്മളോട് വണ്ടിയുടെ കൊണ്ട് നിർത്തി ഇപ്പോൾ ഇതിലിപ്പോഴാണ് ലോഡിൻ്റെ പാർട്ടി വന്നത്. നമ്മൾ ലോഡ് കയറ്റാൻ പോകാനുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിൽ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഇനി പോയാടാ, ഇനി പോട്ടെട്ടാ. ഞാനിപ്പോൾ ഇവിടെ ഒരു പുലർച്ചെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പം ഇനി ലോഡ് കയറ്റുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണണ്ട. അതേ കാലത്താണ് നമ്മുടെ സാറന്മാർ പിരികൂടി. നമ്മളങ്ങനെ അങ്കമാലിയുടെ ഭാഗങ്ങൾ ഓവറായിട്ടാ. കാലത്ത് തന്നെ കേസ് അടിച്ചു കൊടുക്കണം ഈ ഹൈറ്റുള്ള വണ്ടികൾക്കൊക്കെ. ജാമായി. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഈ ട്രാഫിക് ഇങ്ങനെ വരാനുള്ള കാരണം എന്താ നോക്കിയ വണ്ടികളുണ്ട്. ഇടത്തുകൂടെ എത്ര ലൈനാന്ന് നോക്കിയാൽ 3 ലൈനാണ്. വേറെ സിഗ്നലിൻ്റെ ബ്ലോക്കാണ്. ഈ 3 ലൈനിൽ കൂടെ ഇങ്ങനെ ആർക്കും ക്ഷമയില്ല. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൂടെ കുത്തിക്കയറി ചെന്നിട്ട് അവിടെ ചെന്ന് ജാമാക്കും. അപ്പോൾ സിഗ്നലിൽ വിടുമ്പോഴത്തെ എല്ലാ വണ്ടികളും പോകാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ജാമായി. അതാണ് ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഈ ബ്ലോക്ക്. നമ്മുടെ നാട്ടിലല്ല, പൊതുവെ എല്ലായിടത്തും ജാം വരാനുള്ള കാരണം അതാണ്. ഇവിടെ സിഗ്നലില്ല കേട്ടോ. ആ പോലീസുകാർക്ക് നിൽക്കണേ. പോലീസുകാരില്ല, മറ്റേ ഈ കോർപ്പറേഷൻ്റെ അളവ്. കോർപ്പറേഷൻ അല്ല, അങ്കമാലി നഗരസഭയുടെ ആണ്. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡ്. ഒരു വോൾവോ അതൊക്കെ ചാടാൻ നിൽക്കാം. MC റോഡിലെ സീബ്ര ലൈനിലെ ആളുണ്ടെന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ നമ്മൾ MC റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. നേരെ പോയാ കൊച്ചി. അതവിടെ സീബ്ര ലൈനിലുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് കേട്ടോ. കാണാൻ പോകും. അതേ കൃതി ആ കൈ കാണിച്ചോളൂ. ആണ് നമ്മുടെ ചേട്ടാ. ആണ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റല്. അത് പെട്ട സെറ്റപ്പോയില്ല ഹോസ്പിറ്റല്. അറിയില്ല കേട്ടോ. ലിറ്റിൽ ഫ്ലവർ റിസർച്ച് സെന്റർ. ഇത് ക്യാൻസറിന്റെ ഒന്നും കേട്ടോ. നമ്മളങ്ങനെ കാലടി ശ്രീ ശങ്കരാചാര്യരുടെ സംഭവം ഉണ്ടോ. ശരിയേ നിന്നോട് വീഡിയോ തയ്യാറിക്കൊണ്ട് പോകുന്നതിന്റെ വീഡിയോ. നമ്മളങ്ങനെ കാലടി സെന്റർ കേട്ടോ. ഇത് നല്ല ബ്ലോക്ക് തന്നെ. പാലത്തിന്റെ ഇടയ്ക്ക് കയറുമ്പോൾ അറിയാം ബ്ലോക്ക് എന്താവുന്നു. പെരുമ്പാവൂരോ? ആ പെരുമ്പാവൂർ ടൗണിൽ പോകണ്ട. ടൗണിൽ പോകണം. നമുക്ക് കോതമംഗലോട്ട് കയറും. വലിയ ബ്ലോക്ക് ഇല്ല കേട്ടോന്ന്. ഇതാണ് കാലടിപ്പാലം. ഭാഗ്യം വലിയ ബ്ലോക്ക് കിട്ടിയില്ല. നമ്മളങ്ങനെ പെരുമ്പാവൂരായി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോലീസുകാരുണ്ടോ ഉണ്ടാവും. അവിടെ ഉണ്ട് ലെഫ്റ്റ് വരെ. ആ ലെഫ്റ്റ് അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. ആ ലെഫ്റ്റ് പണ്ട് ഹെവി വണ്ടിയിലെ പോകാൻ പാടില്ല. സാറവിടെ നിൽക്കുമ്പോൾ നമ്മളവിടെ പോകണത് മോശക്കേടല്ലേ. നമ്മളങ്ങനെ കോതമംഗലം റോഡിൽ കയറിട്ടാ. കോതമംഗലം നമ്മളങ്ങനെ കുറുപ്പുംപടി കഴിഞ്ഞു കേട്ടോ. കുറുപ്പുംപടി മാർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ. കുറുപ്പുംപടി കാലത്ത് തന്നെ എന്തോ ആക്സിഡന്റ് ആണോ എന്താണെന്ന് അറിയത്തില്ല. കയറ്റി ബസ് കയറി കയറ്റി പിടിക്കും. ഓട്ടോക്കാരൻ കയറി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. തട്ട് തന്നെയാണ്. KSRTC കൊണ്ട് കൊടുത്തതാ. KSRTC കൊണ്ട് തന്നെ മൂട്ടിക്കൊണ്ട് കൊടുത്തു. PMS പൂപ്പാറ എറണാകുളം. പല സൂപ്പർ ഫാസ്റ്റാ പാസ് ചെയ്യുന്നത്. ടൈക്കോറുണ്ടാവും പോകാം. അങ്ങനെ കോതമംഗലമായിട്ടോ. കോതമംഗലം ടൗണായി. ഇവിടെ നിന്ന് വണ്ണപ്പുറത്തേക്കാണ് പോകണ്ട. ഇതാണ് കോതമംഗലം ബസ് സ്റ്റാൻഡ് കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോതമംഗലം.
കോതമംഗലം ടൗണിന്റെ ഭാഗങ്ങളാണ്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി ആവണുള്ളൂ കേട്ടോ. ടൗൺ കഴിഞ്ഞു. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കോതമംഗലം ചെറിയ പള്ളിയുടെ ആവാറായി. മാർത്തോമൻ ചെറിയ പള്ളി. ഈ ഇടത് വശത്ത് കാണുന്നതാണ് കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി. ചോദിക്കാൻ പോകുന്നു. ചിലപ്പോൾ ചോദിക്കാം. അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടാണ്. അവിടെ ചെന്ന് ലോഡ് കയറ്റണ എക്സ്റേയുടെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എടുക്കരുത്. ലോഡ് കയറ്റണ വീഡിയോ ഒന്നും എടുക്കില്ല. യാത്രാ വീഡിയോകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കും ബുദ്ധിമുട്ടാ. ഇവിടുന്ന് ഞാൻ ചോദിക്കട്ടെ ഓർച്ചിട്ടുണ്ട്. വാഴക്കുളം റോഡ്, കോതമംഗലം വാഴക്കുളം റോഡാ. ഇതന്നെ കോതമംഗലം മുനിസിപ്പൽ പാർക്ക്. വാഴക്കുളം. നമ്മൾ ഇവിടുന്ന് കോതമംഗലം ടൗണിലേക്ക് വരില്ലേ, ആ ടൗണിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. ചോദിച്ചാൽ മതി അവിടെ അറിയില്ല. ആ ചോദിച്ചാൽ നമ്മളപ്പോൾ അവൻ പറഞ്ഞു അവരെ പറഞ്ഞ നേരെ പോക്കോളെ. ഓട്ടോക്കാരോട് ചോദിച്ചായിരുന്നു മണ്ടത്തറേ പോയി. ബൈപ്പാസ് പോയായിരുന്നു. തീരെ വീതിയില്ലാത്ത വഴിയില്ല. ഈ ആൾക്കാർ സ്ഥലം വിട്ടു കൊടുക്കാത്ത പറഞ്ഞാണ്. ആറ്റണീച്ചോൺ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ബസ് സ്റ്റോപ്പ്. സ്ഥലം പോത്താനിക്കാട്. ഇതാണ് പോത്താനിക്കാട്. ഇവിടെ ഭയങ്കര പോത്തുകളുള്ള ഒരു കാടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പോത്താനിക്കാട് എന്ന് പേര് വന്നത്. അങ്ങനെ ആയിരിക്കും താമസം പറഞ്ഞല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും പേര് വരിക. പോത്താനിക്കാട്. ഇത് എവിടുന്ന് പറഞ്ഞ വഴിയാണ്? അപ്പോൾ മൂവാറ്റുപുഴന്ന് പറഞ്ഞ വഴിയാണ്. കയറിപ്പിടും പിന്നെ ഓട്ടോഷുണ്ട്. മൂവാറ്റുപുഴന്ന് വാഴക്കുളത്ത് പറഞ്ഞ വഴിയത്. നല്ല വഴിയാണ്, നല്ല വഴിയാണ്. ആ ബസ് കയറി നിർത്തേക്കണ്ട. അവിടെ കയറ്റി നിർത്താൻ പറ്റുക ഒതുക്കാൻ സ്ഥലമല്ലാണ്ടല്ലോ അവന്. ആണ് പോത്താനിക്കാട്. നമ്മുടെ ഈ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സൂപ്പർ വണ്ടി കേട്ടോ. പക്ഷെ ഇതേപോലത്തെ വഴിക്ക് ഓടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ടോപ്പിൽ കൊടുക്കാൻ പറ്റില്ല. ആ ടോപ്പ് കൊടുക്കണമെങ്കിൽ 60 കിലോമീറ്റർ കഴിയണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം 7 ഗിയർ കയറണേ. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇതേപോലത്തെ ചെറിയ വഴിക്ക് ഓടിക്കുമ്പോഴാണ് ഇപ്പോൾ. നമ്മളങ്ങനെ വണ്ണപ്പുറം ആവാറായിട്ടാ. വണ്ണപ്പുറം ആവാറായി. നല്ല വെള്ളവും തിരിവും എല്ലാം ഉള്ള വഴി കേട്ടാ. റബ്ബർ തോട്ടങ്ങളും കൊക്കോയും കാപ്പിത്തോട്ടങ്ങൾ കാണാണ്ട്. ഞാൻ വണ്ണപ്പുറമായി കഴിഞ്ഞാൽ വീഡിയോ നിർത്തുള്ളൂ. കാരണം കേരള നേഴ്സറിയുടെ ഭാഗങ്ങളാവാറാവും. നമ്മൾ ഏറെക്കുറെ നേഴ്സറിയുടെ ഭാഗങ്ങളായി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊടുക്കേണ്ട അവസാനം ഇനി നാളെ ലോഡ് കയറ്റി പോണ വീഡിയോ ആണ് ചേട്ടാ. എന്താ നല്ല രസമുള്ള സ്ഥലങ്ങളാണല്ലേ. വളവും തിരിവും ഒരു വണ്ടൊരു വീടെന്നുണ്ട്. വണ്ട വീടാണിപ്പോ. വീട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. വീടാണ് റിസോർട്ടാണെന്ന് അറിയില്ല കേട്ടാ. നമ്മളങ്ങനെ വണ്ണപ്പുറം ആവാറായി. ഇനി ആദ്യം ദൂരല്ലേ വണ്ണപ്പുറത്തേക്ക്. ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നെടുവക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. ഫോറസ്റ്റ് സാറന്മാര് എന്താന്ന് നോക്കിയപ്പോ ഇലക്ഷൻ ഡ്യൂട്ടിന് ഇലക്ഷൻ അർജന്റിന്റെ വണ്ടി നോക്കണ. ഇത് ഫോറസ്റ്റ് ആട്ടാ. ഫോറസ്റ്റ്
മണ്ണപ്പുറം ആവാറായി. ഇനിയിപ്പോൾ അതിൽ നിന്നില്ല. നല്ല മഴ പെയ്തില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കാളിയാർ എസ്റ്റേറ്റ് കേട്ടോ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തോട്ടാന്ന് പറഞ്ഞത്. രണ്ട് സൈഡിലും എസ്റ്റേറ്റാണ്, മണ്ട തോട്ടത്. കാളിയാർ എസ്റ്റേറ്റ്. നമ്മൾ വണ്ണപ്പുറത്ത് നല്ല ലോഡ് കയറ്റണേ. അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചത്. വണ്ണം കുഴപ്പമില്ല കേട്ടോ. വണ്ണം എസ്റ്റേറ്റ് അത്. ഇവിടെ കുറേയൊക്കെ പുതിയ റബ്ബർ വെക്കുന്നുണ്ട്. എന്നാ ഞാൻ പോന്നെ, ഇന്നിവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ പുതിയ റബ്ബർ തൈ വെച്ചേക്കണം. വെച്ചിട്ട് ഇപ്പോൾ ആയിട്ടത്. ശരി ശരി. നമ്മുടെ വണ്ടിയിൽ റബ്ബർ തൈ കയറ്റി തുടങ്ങിയിട്ടാ. അതാണ് റബ്ബർ തൈ കയറ്റണ. എന്നിട്ടാ ഫുള്ള് നെറ്റ് കൂട് പോലെ അടിച്ചിട്ടേക്കണ് രണ്ട് സൈഡും. ഞാൻ നേരത്തെ പറയല്ലോ, നേഴ്സറിയുടെ പുറം ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റില്ല.